വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്ന് ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ്. നഴ്സിംഗ് പ്രൊഫഷനിൽ നിൽക്കുന്ന BSc നഴ്സിംഗ് പഠിക്കുന്ന, BSc നഴ്സിംഗ് മാത്രമല്ല ജനറൽ നഴ്സിംഗ് ആണെങ്കിലും അവർക്ക് എഫക്റ്റീവായിട്ട്, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കോളേജ് തന്നെയുള്ള എൻ്റെ ജൂനിയേഴ്സ് അവരിപ്പം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പ്രാക്ടിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ വന്നിട്ട് എന്നോട് കുറേ ഡൗട്ട്സ് ചോദിച്ചു. ചേച്ചി, എക്സാമിന് അപ്പിയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ എക്സാം വൈവ ചോദിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം, അതൊക്കെ അവരെന്നോട് ചോദിച്ചു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. സോ മെയിൻലി ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, പ്രാക്ടിക്കൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സെക്കൻഡ് ഇയർ BScക്കാരുടെ, അതായത് തേർഡ് സെമ്മാർക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ സെഷൻ്റെ കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അവർ AHN, അതായത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനാണ് ആ കുട്ടികൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ AHN എന്ന് പറയുന്നത് മെഡിക്കൽ സർജിക്കൽ അല്ലെങ്കിൽ മെഡ് സർജ്, MSN എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു സബ്ജക്റ്റിൻ്റെ വേറൊരു രീതിയിലാണ് AHN എന്ന് പറയുന്നത്. സോ മെഡ് സർജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, അത് രണ്ട് പാർട്ടായിട്ടാണ്. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് 1, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് 2. ഇപ്പം AHN അതുപോലെ തന്നെയാണ് ഇപ്പം സെമസ്റ്റർ വൈസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉള്ളത്, AHN 1ഉം AHN 2ഉം. അപ്പം AHN സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ സെഷന് എങ്ങനെ അപ്പിയർ ചെയ്യാം, അതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യാൻ പോകേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യമായിരിക്കും, സെക്കൻഡ് ഇയർ BScക്കാരുടെ AHN പ്രാക്ടിക്കൽ എക്സാം എങ്ങനെ അപ്പിയർ ചെയ്യാം എന്നുള്ളത്. സോ അതിൻ്റെ അകത്ത് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവണം. കോൺഫിഡൻസ് ലെവൽ നല്ല രീതിക്ക് ഉണ്ടാവണം. കാരണം എക്സാമിന് മാത്രമല്ല, എന്ത് കാര്യത്തിനാണേലും കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായാലേ നമുക്കത് സക്സസ് ആവാൻ പറ്റും. സോ ആ കോൺഫിഡൻസ് ലെവൽ നമ്മൾ തന്നെ വേണം. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് സ്പീഡ്, നമ്മൾ എഴുതുന്നതിൻ്റെ സ്പീഡ്. കാരണം 45 മിനിറ്റ്സ് ആണ് അവർ നമുക്ക് തരുന്നത് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി. ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞാലേ ഉള്ളൂ നെക്സ്റ്റ് സെഷനിലേക്ക് പോകത്തുള്ളൂ എക്സാമിൻ്റെ, അതായത് വൈവ സെഷൻ നമ്മൾ പറയും. സോ ഫസ്റ്റ് നമ്മൾ ഈ 45 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു ഫുൾ കെയർ പ്ലാൻ എഴുതണം. കെയർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്കറിയാം, കെയർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അസൈൻമെൻറ്റ് പോലെയാണ് നമ്മൾക്ക് കെയർ പ്ലാൻ എന്ന് പറയുന്നത്. സോ ഈ കെയർ പ്ലാനാണ് നമ്മൾ അതിൽ എഴുതേണ്ടത്. സോ കെയർ പ്ലാൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് അതിൽ എഴുതേണ്ടത് ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ് എഴുതണം. കാരണം നമ്മൾ കോളേജ് ഫയലിന് വേണ്ടി എഴുതുന്നത് പോലെയല്ല നമ്മൾ എക്സാമിന് എഴുതുന്നത്. സോ എക്സാമിന് അവർ തരുന്നത് ഒരു 6 പേജുള്ള ഒരു ചെറിയ ബുക്ക്ലെറ്റ് ആയിരിക്കും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി തരുന്നത്. ആ ബുക്ക്ലെറ്റിൽ ഇത്രയും ഈ കെയർ പ്ലാൻ കണ്ടില്ലേ, ഇത്രയും പേജസ് ഉണ്ട്. ഇത് 4 to ഇതിനൊരു 10-14 പേജസോളം ഈ കെയർ പ്ലാൻ ഉണ്ട്. പക്ഷേ ഈ 14 പേജോളം നമുക്ക് അവർ തരുന്ന ബുക്ക്ലെറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണമെന്ന് പറയാം. സോ ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് നിങ്ങൾ ആസ് എ പാർട്ട് ഓഫ് മൈ അഡൽട്ട് നഴ്സിംഗ് ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഐ പോസ്റ്റഡ് ഇൻ ദിസ് വാർഡ്. ഏത് വാർഡാണോ നിങ്ങളുടെ വാർഡ്, ആ വാർഡിൻ്റെ പേര് മെൻഷൻ ചെയ്യുക. അവിടെ മിസ്റ്റർ, ആ പേഷ്യൻറ്റിൻ്റെ പേരും വയസ്സും, അയാൾ ഇന്ന ദിവസം ഇന്ന ചീഫ് കംപ്ലയിൻറ്റോട് കൂടി വന്നു, അത് കഴിഞ്ഞ് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ, ആഫ്റ്റർ ഓൾ ദ ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടർ ഡയഗ്നോസ്ഡ് ആസ് ഡിസീസ് കണ്ടീഷൻ. അതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എഴുതുന്നത്, ആസ് ലൈക്ക് കെയർ പ്ലാൻ എഴുതുന്നത് പോലെ തന്നെ. നെക്സ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ. ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് പേഷ്യൻറ്റിൻ്റെ പേര്, നെയിം, ഏജ്, സെക്സ്, IP നമ്പർ, റിലീജിയൻ, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അതുപോലെ തന്നെ ഹസ്ബൻഡാണ് ഹസ്ബൻഡിൻ്റെ നെയിം, വൈഫാണ് വൈഫിൻ്റെ നെയിം, അല്ലെ ഫാദർ, മദർ, വാട്ട് എവർ ഇറ്റ് ഈസ് അവരുടെ നെയിം, പിന്നെ അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിൻ്റെ പേര്, അവരുടെ ഡയഗ്നോസിസ്, പിന്നെ സർജറി എന്തെങ്കിലും ഉണ്ട് അത് നമ്മൾ മെൻഷൻ ചെയ്യണം. സോ അതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റയ്ക്കകത്ത് വരുന്നത്. നെക്സ്റ്റ് പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പ്രസൻറ്റ് സർജിക്കൽ ഹിസ്റ്ററി, പാസ്റ്റ് സർജിക്കൽ ഹിസ്റ്ററി, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതണം. അങ്ങനെ ഒരു കെയർ പ്ലാൻ എഴുതുന്ന പോലെയല്ല. ഫാമിലി മെഡിക്കൽ ഹിസ്റ്ററി വേണം, ഫാമിലി ജീനോഗ്രാം വേണം, അതുപോലെ തന്നെ ഫാമിലി ട്രീ അത് വേണം, പിന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വേണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ വരുന്നിടത്താണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. വൈറ്റൽ സയൻസ് നമ്മൾ എഴുതും, ജനറൽ അപ്പിയറൻസ് നമ്മൾ എഴുതും. ഈ 2 ടോപ്പിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഫുൾ കെയർ പ്ലാൻ എല്ലാ സിസ്റ്റം വൈസ് നമ്മൾ എഴുതുന്നു. നമ്മുടെ ശരീരത്തിൽ ടോട്ടൽ 11 സിസ്റ്റംസ് ഉണ്ട്. ആ 11 സിസ്റ്റംസ് നമ്മൾ എഴുതുന്നു. അതായത് ഫസ്റ്റ്
നമ്മൾ ആദ്യം നമ്മൾ ഫേസ്, ഹെഡ്, ഐസ്, നോസ്, ത്രോട്ട് അതെല്ലാം എഴുതി. അതിനുശേഷം നമ്മൾ പർട്ടിക്കുലർലി സിസ്റ്റം വൈസ് എഴുതുന്നത്. സോ ഫസ്റ്റ് കാർഡിയോവാസ്കുലർ സിസ്റ്റം, പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റം, അങ്ങനെ ഓരോ സിസ്റ്റം വൈസാണ് എഴുതുന്നത്. പക്ഷേ പ്രാക്ടിക്കൽ എക്സാമിന് വരുമ്പം നമ്മൾ ഏത് സിസ്റ്റമാണോ ആ അഫക്റ്റഡ് സിസ്റ്റം എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അത് ഏത് സിസ്റ്റമാണെന്ന് വെച്ചിട്ട് അതിൻ്റെ മാത്രം ഫിസിക്കൽ എക്സാമിനേഷൻ എഴുതുക. ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ, അത് ആ ഒരു പാറ്റേണിൽ എഴുതുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റിഗേഷൻ വരുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്? ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, CT, MRI, അതുപോലെ സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്, പിന്നെ കൾച്ചറിങ് ഉണ്ടോ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എഴുതണം ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്ത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് എഴുതൽ. ഇംപ്രഷൻ എഴുതിയിട്ട് എന്താണ് ആ റിസൾട്ട്, ലാബ് റിസൾട്ട് എന്താണ്, അതാണ് എഴുതേണ്ടത്. പിന്നെ അടുത്ത സെഷനിലേക്ക് വരുവാണെങ്കിൽ മെഡിക്കേഷൻ ചാർട്ടിൻ്റെ അകത്ത് 4 മെഡിസിനെങ്കിലും കമ്പൽസറിയാണ് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. 4 മെഡിക്കേഷൻ എഴുതണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് നഴ്സിംഗ് പ്രോസസ്സ് വരുന്നത്. ഈ നഴ്സിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് നഴ്സിംഗ് ഡയഗ്നോസിസ് ഒരു 6 നഴ്സിംഗ് ഡയഗ്നോസിസ് നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യണം. ഓക്കെ, ഇത് 6 നഴ്സിംഗ് ഡയഗ്നോസിസ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് ഈ നഴ്സിംഗ് ഡയഗ്നോസിസ് ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ പ്രോബ്ലം അസസ്ഡ്, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് പ്രോബ്ലം അസസ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് എന്ത് പ്രോബ്ലമാണ് ആ പേഷ്യൻറ്റിന് നിങ്ങൾ കണ്ടെത്തിയത്. ചിലപ്പോൾ ആ പേഷ്യൻറ്റ് ചെസ്റ്റ് പെയിൻ ആയിരിക്കും, ചിലപ്പോൾ ആ പേഷ്യൻറ്റ് ഹൈപ്പർ തെർമിയ ആയിരിക്കും. അങ്ങനെ എന്ത് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയത് അത് പ്രോബ്ലം ഇത് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതാൻ. സോ നഴ്സിംഗ് ഡയഗ്നോസിസ് എഴുതിയതിന് ശേഷം നഴ്സിംഗ് കെയർ പ്ലാൻ, ഇതുപോലെ കോളം വരച്ചിട്ടുള്ള നഴ്സിംഗ് കെയർ പ്ലാൻ നിങ്ങൾ എഴുതുക. സോ ഇനി നഴ്സിംഗ് കെയർ പ്ലാൻ എഴുതുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത്, ഈ നഴ്സിംഗ് കെയർ പ്ലാൻ ഇങ്ങനെയാണല്ലോ, ലാൻഡ്സ്കേപ്പ് ഇട്ടാണല്ലോ എഴുതേണ്ടത്. സോ അങ്ങനെ ഇതൊരു 3 അല്ലെങ്കിൽ 4 നഴ്സിംഗ് കെയർ പ്ലാൻ എങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. സോ നഴ്സിംഗ് കെയർ പ്ലാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഏത് ടോപ്പിക്കിനെ പറ്റിയാണോ നിങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അത് വ്യക്തമായിട്ട് അതിൽ മെൻഷൻ ചെയ്യണം. സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നഴ്സസ് റെക്കോർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് മൊത്തം പോകേണ്ടത്. നമ്മൾ സാധാരണ എഴുതുന്ന നഴ്സിംഗ് കെയർ പ്ലാൻ്റെ ഫോർമാറ്റിലാണ് കംപ്ലീറ്റ് പോകുന്നത്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, ഈ ഒരു നഴ്സിംഗ് കെയർ പ്ലാൻ എക്സാമിന് തരുന്ന ബുക്ക്ലെറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് ചെയ്യേണ്ട ഒരു ബെസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്, ഇതിപ്പം അവർ തന്ന ബുക്ക്ലെറ്റാന്ന് ഓർത്തോ, ഇവിടെ ഫ്രണ്ടിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻസ് അത് നമ്മുടെ എക്സാമിനേഷൻ്റെ പേര്, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ എക്സാമിൻ്റെ ടൈപ്പ്, ഏത് സബ്ജക്റ്റ്, രജിസ്റ്റർ നമ്പർ, അതൊക്കെയാണ് ഈ ഫസ്റ്റ് പേജിൽ വരുന്നത്. ഈ നെക്സ്റ്റ് പേജ്, അതായത് ഈ സൈഡിലെ പേജ് തൊട്ട് ബ്ലാങ്ക് ആയിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിക്കുക. സോ ഇതാണ് നെക്സ്റ്റ് പേജ്. അതിങ്ങനെ ഫോൾഡ് ചെയ്യുക, 2 പാർട്ടീഷൻ ആക്കുക. ഇങ്ങനെ 2 പാർട്ടീഷൻ ആക്കിയിട്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങുക ഇങ്ങനെ. അപ്പോൾ 2 പേജ് കിട്ടി. സോ ഇങ്ങനെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എൻറ്റയർ ബുക്ക്ലെറ്റ് മൊത്തം നിങ്ങൾക്ക് ഇനഫാണ് എക്സാം അപ്പിയർ ചെയ്യാനായിട്ട്. സോ അതാണ് ഒരു ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. എക്സാം എഴുതുമ്പം എല്ലാ കാര്യങ്ങളും മനസ്സിൽ കരുതുക, എന്തൊക്കെ ടോപ്പിക്സ് ആണ്, ആ ഒരു ഓർഡർ പഠിച്ചിട്ട് പോവുക. അതിനുശേഷം പിന്നെ ഈ ഒരു കാര്യം മറക്കരുത്, ഇങ്ങനെ നടുവെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടുന്ന് എക്സാമിൻ്റെ ആ ഒരു കാര്യങ്ങൾ, അതായത് ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ് ഇവിടെ എഴുതി തുടങ്ങുക, ചീഫ് കംപ്ലയിൻറ്റ്, പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി, പാസ് മെഡിക്കൽ ഹിസ്റ്ററി, പ്രസൻറ്റ് സർജിക്കൽ, പാസ് സർജിക്കൽ, ഫാമിലി ജീനോഗ്രാം, ഫാമിലി ഹിസ്റ്ററി, സോഷ്യോ എക്കണോമിക് ഹിസ്റ്ററി, അങ്ങനെ ഹിസ്റ്ററി കളക്ഷൻസ് മൊത്തം ഈ ഒരു പേജിൽ മാക്സിമം തീർക്കാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് പേജ് യൂട്ടിലൈസ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഫസ്റ്റ് ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ്, എത്രയും പെട്ടെന്ന് എഴുതി തീർക്കുക. എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ മിക്ക പ്രാക്ടിക്കൽ എക്സാമിനും ഈ ഫസ്റ്റ് ആ ഒരു ഹിസ്റ്ററി കളക്ഷൻ, ആ ഒരു ഏരിയയില്ലേ, ആ ഏരിയ എഴുതി തീരുമ്പോൾ തന്നെ സമയം തീരുന്ന ഒരു പേപ്പർ ഉണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റുള്ള ഹിസ്റ്ററി കളക്ഷൻ്റെ ആ ഒരു ഏരിയയ്ക്ക് ശരിക്കും മാർക്ക്, അതിനേക്കാളും വെയിറ്റേജ് കൂടുതൽ മാർക്ക് നിങ്ങളുടെ നഴ്സിംഗ് കെയർ പ്ലാനാണ്. ബിക്കോസ് ഇൻവിജിലേറ്റേഴ്സ് ആരാണെങ്കിലും നിങ്ങളുടെ നഴ്സിംഗ് കെയർ പ്ലാനാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. സോ അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. എന്ന് വെച്ച് ഹിസ്റ്ററി കളക്ഷൻ ഏരിയ വിടാനല്ല ഞാൻ പറയുന്നത്, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. സോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഒരു വൈവ ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യേണ്ടത്. സോ AHN മെയിൻലി സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പഠിക്കുന്നത് ഓരോ രോഗങ്ങളെക്കുറിച്ചാണ്, ഡിസീസ് കണ്ടീഷൻസ്. ആ ഡിസീസ് കണ്ടീഷൻ എന്താണ്, അതെങ്ങനെയാണ് വരുന്നത്, ആർക്കൊക്കെ വരാം, അത് ഏത് രീതിക്കാണ് നമ്മുടെ ശരീരത്തിൽ
കയറി കഴിഞ്ഞാൽ മീൻസ് ശരീരത്തിൽ ആ ഒരു ബാക്ടീരിയോ വൈറസോ ഫംഗസോ വാട്ടെവർ ഇറ്റ് ഈസ് അത് നമ്മുടെ ശരീരത്തിൽ വന്ന് അത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ആവുന്നത് പാത്തോഫിസിയോളജി നമ്മൾ പാത്തോഫിസിയോളജി എന്ന് പറയും. സോ പാത്തോഫിസിയോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, പിന്നെ മാനേജ്മെൻറ്റ്. സോ മാനേജ്മെൻറ്റിനകത്ത് മെഡിക്കൽ ഉണ്ട്, ഫാർമക്കോളജിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സർജിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട്, നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ AHNൻ്റെ അകത്ത് പഠിക്കുന്നത്. സോ FON അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ലെവലിലായിരിക്കില്ല അവർ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ബിക്കോസ് നമുക്ക് ആ അസുഖം അറിയാം, ആ അസുഖത്തിന് വേണ്ട എങ്ങനെയാണ് വരുന്നതെന്നറിയാം, അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അവർ ആ ഒരു ലെവലിലായിരിക്കില്ല, ഫസ്റ്റ് ഇയർ ലെവലിലായിരിക്കില്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ലെവൽ ഒരു സ്റ്റെപ്പൂടെ മേളിലോട്ട് കൂടിയതായിരിക്കും അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ മെയിൻ എക്സാമിന് 2 ഇൻവിജിലേറ്റേഴ്സ് കാണും. അപ്പോൾ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമുക്കൊരു കേസ് കിട്ടും. സോ ഫയൽ കിട്ടിക്കഴിയുമ്പം ആ ഒരു ഫയൽ തറോ ആയിട്ട് പഠിക്കുക. എന്താണ് ആ പേഷ്യൻറ്റിൻ്റെ അസുഖം, എന്തൊക്കെ ആദ്യം ആ ഒരു ഫയൽ കിട്ടിക്കഴിയുമ്പോൾ പേഷ്യൻ്റെ പേര്, വയസ്സ്, എന്താണ് അയാളുടെ അസുഖം, അയാൾ എന്ത് കംപ്ലൈൻറ്റ് കൊണ്ടാണ് വന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ മെഡിക്കേഷൻസാണ് അയാൾക്ക് പോകുന്നത്, അങ്ങനത്തെയുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്യുക. പ്ലസ് ഇൻവെസ്റ്റിഗേഷൻ, എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞത് അതെല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ എഴുതി വെക്കുക. കാരണം നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലാണ്, ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരും. സോ നമ്മുടെ എക്സാമിൻ്റെ സമയത്ത് ആ ഫയൽ നമുക്ക് നമ്മുടെ കൈ വേണം നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ അപ്പോഴും പേഷ്യൻറ്റിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. സോ നമ്മൾ എക്സാം വൺസ് നമ്മുടെ എക്സാം കഴിഞ്ഞു, നമ്മൾ പേപ്പർ മൊത്തം 45 മിനിറ്റ്സിന് ശേഷം പേപ്പർ കൊടുത്തതിന് ശേഷം 2 ടൈപ്പ് വൈവാസ് ഉണ്ട്. ഒന്ന് ബെഡ് സൈഡ് വൈവ, രണ്ടാമത്തേത് റൂം സൈഡ് വൈവ. ബെഡ് സൈഡ് വൈവ എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന നമ്മുടെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് വന്ന് ഇൻവിജിലേറ്റേഴ്സ്, അതായത് എക്സ്റ്റേണലും ഇൻറ്റേർണലും വന്ന് നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ എക്സാം പേപ്പറുമായിട്ട് അവർ പോയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പേഷ്യൻറ്റിനോട് ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക. കൂടുതലും പേഷ്യൻറ്റിന് ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇപ്പോൾ എന്തെങ്കിലും റീസെൻ്റ്ലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് നോട്ട് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ എന്തെങ്കിലും ഐ വി ഡ്രോപ്സ് പോകുന്നുണ്ടെങ്കിൽ അത് ഏത് IV ആണ്. നോർമൽ സെലൈൻ ആയിരിക്കാം, ചിലപ്പം റിങ്ങർ ലാക്റ്റേറ്റ് RL ആയിരിക്കാം, ചിലപ്പോൾ ഡെക്സ്ട്രോസ് നോർമൽ സെലൈൻ ആയിരിക്കാം, DNS, അങ്ങനെ ഏത് നോർമൽ സെലൈനാണ് പോകുന്നതെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ചില നോർമൽ സലൈൻ്റെ അകത്ത് ചില ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യും, ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഞ്ചെക്ഷൻസ് പോകുന്നുണ്ടോയെന്നും അതെല്ലാം ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ ബെഡ് സൈഡ് വൈവയ്ക്ക് വരുമ്പം നമ്മൾ പേഷ്യൻറ്റിൻ്റെ മുന്നിൽ നിന്ന് പേഷ്യൻറ്റിൻ്റെ കേസ് ഇത് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും IV ഡ്രോപ്സോ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇൻവിജിലേറ്റേഴ്സ് തീർച്ചയായിട്ടും അത് നോട്ട് ഡൗൺ ചെയ്യും, അത് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിരിക്കണം. അത് ഏത് ഇഞ്ചെക്ഷൻ അല്ലെ ഏത് ഇതാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള വൈറ്റൽ സൈൻസ്, പേഷ്യൻ്റ് ഇപ്പം വൈറ്റൽ സൈൻസ് അറിഞ്ഞിരിക്കണം. പിന്നെ ഡയബറ്റിക് ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ ലെവൽ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇൻസുലിൻ പോകുന്നതാണെങ്കിൽ അത് എത്ര യൂണിറ്റ് ഇൻസുലിൻ പോകുന്നുണ്ട് അതും അറിഞ്ഞിരിക്കണം. പിന്നെ ഹൈപ്പർ ടെൻഷൻ പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ലെവൽ എത്രയാണ്, അതിൻ്റെ ഹൈപ്പർ ടെൻഷൻ ലെവൽ എന്ന് അറിയണം. സിസ്റ്റോൾ ഡയസ്റ്റോൾ അതെല്ലാം അറിഞ്ഞിരിക്കണം. സോ ഇതൊക്കെയാണ് ഒരു ബെഡ് സൈഡ് വൈവയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഡ്രസ്സിങ് എന്തെങ്കിലും, അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഡ്രസ്സിങ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ തിരക്കണം. അതുപോലെ തന്നെ ആ ഡ്രസ്സിങ് റീസെൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഡ്രെയിനേജ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പേഷ്യൻറ്റിൻ്റെ അടുത്ത് എറൗണ്ട് ദ പേഷ്യൻറ്റ് എന്തെങ്കിലും കാര്യമുണ്ടോ അതൊക്കെ നോക്കുക. IV ക്യാനുല ബൾജിങ് ഉണ്ടോ, IV ക്യാനുലയുടെ ഡേറ്റ്, പിന്നെ അതുപോലെ തന്നെ കത്തീറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കത്തീറ്റർ ബാഗ്, യൂറിനറി കത്തീറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതൊക്കെയാണ് ഒരു പേഷ്യൻറ്റിൻ്റെ ചുറ്റിനും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാം. ഇപ്പം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഇൻവിജിലേറ്റേഴ്സ് ചോദിക്കുന്നത്, പക്ഷെ നമുക്കത് അറിയാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നമുക്കൊരു ബാഡ് ഇംപ്രഷൻ വരിക. അപ്പോൾ അതാണ് ബെഡ് സൈഡ് വൈവയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നേരെ മറിച്ച് റൂം സൈഡ് വൈവയാണെങ്കിൽ നമുക്ക് അവരെ വിഷ് ചെയ്യുക, ചെല്ലുമ്പോൾ തന്നെ അവരെ വിഷ് ചെയ്യണം. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, വാട്ടെവർ ഇറ്റ് ഈസ് വിഷ് ചെയ്തിട്ട് അവരിയ്ക്കാൻ പറയുമ്പോഴേ ഇരിക്കാവുള്ളൂ. അവരിയ്ക്കാൻ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇരിക്കുക. അത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പ്രസൻറ്റ് ദ കേസ് എന്ന് പറയും. അപ്പം നമ്മൾ കേസ് പ്രസൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ സോ പേഷ്യൻറ്റ് ഇന്നതായിരുന്നു അസുഖം, പേഷ്യൻറ്റിന് ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് മെഡിക്കേഷൻസ് ഇന്നതൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയുന്ന ഓരോ സയൻസ് ആൻഡ് സിംറ്റംസിൻ്റെ മെഡിക്കൽ ടേംസ് നമ്മൾ പറയുന്നത്, ആ മെഡിക്കൽ ടേംസിൻ്റെ അതിൻ്റെ ആ ഒരു മീനിങ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റ് ഹാവിങ് ഇൻസോംനിയ, അങ്ങനെ പറയുമ്പോൾ അവർ ചോദിക്കും വാട്ട് ഈസ് ഇൻസോംനിയ. അപ്പം നമ്മൾ പറയുന്നത് ഇൻസോംനിയ മീൻസ് സ്ലീപ്പിംഗ് ഡിസ്റ്റർബൻസ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു അന്യൂറിസം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ മെഡിക്കൽ ടേംസ് വരുമ്പം അതിൻ്റെ മീനിങ്ങൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ഇയർ അല്ല, നമ്മൾ AHN പഠിച്ചിട്ട് നിൽക്കുന്നതാണ്, അതായത് ഡിസീസ് കണ്ടീഷൻസ് അറിയാവുന്ന കുട്ടികളാണ്, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം.
പിന്നെ ചില മെഡിക്കേഷൻസ് അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ മെഡിക്കേഷൻസ്, അല്ലെങ്കിൽ ഒരു മെഡിക്കേഷൻ്റെ ആക്ഷൻ. ഫോർ എക്സാമ്പിൾ ഒരു ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിൻ്റെ ആക്ഷൻ, അല്ലെങ്കിൽ ഒരു ആൻറ്റി ഡയബറ്റിക് ഡ്രഗിൻ്റെ ആക്ഷൻ, ആൻറ്റി ആൻജൈനൽ, അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഈ ഡ്രഗ്സിന്. ആ ഡ്രഗ്സിൻ്റെയൊക്കെ മരുന്ന്, നിങ്ങളുടെ പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖത്തിന് കൊടുക്കുന്ന മരുന്നുകളെ പറ്റി ചെറിയൊരു നോളജ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തത്, നമ്മൾ പറയുമ്പം കോൺഫിഡൻസോടെ നല്ല ക്ലാരിറ്റി ആയിട്ട് വേണം പേഷ്യൻറ്റിൻ്റെ കേസ് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ പേഷ്യൻറ്റിൻ്റെ കേസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഇൻവിജിലേറ്റേഴ്സിന് നമ്മളോട് ഇംപ്രഷൻ ഉണ്ടാവും. കാരണം 1-2 പേരുടെ വൈവി അല്ല അവർ ചെയ്യേണ്ടത്, അവർ ഇത്രയും പേരുടെ വൈവിയാണ്. സോ ആ ഒരു വൈവ നമ്മുടെ മാത്രം നമുക്കൊരു 2 അല്ല 3 മിനിറ്റ്സ് കൊണ്ട് തീരാവുന്ന വൈവേ ഉള്ളൂ. പക്ഷേ ആ ഒരു 3 മിനിറ്റ്സ് ഭയങ്കര ക്രൂഷ്യലാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ഇൻവിജിലേറ്റേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിന് ആൻസർ അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യുക, 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അതല്ല അറിയില്ലെങ്കിൽ ഓക്കെ ഐ ഡോണ്ട് നോ മാം എന്ന് ഓപ്പണായിട്ട് പറയുക. അപ്പോൾ അവർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ നോളജ് IQ ലെവൽ വെച്ചിട്ട് ചില ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ നമുക്ക് അറിയാൻ പറ്റത്തില്ലാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും മാം ഐ ഡോണ്ട് നോ ദാറ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയത്തില്ല എന്നിട്ട് നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ. പിന്നെ ഗേൾസ് ആയാലും ബോയ്സ് ആണെങ്കിലും ഇപ്പം നഴ്സിങ്ങിന് ബോത്ത് ജെൻഡർ ഉണ്ട്, ഗേൾസും ബോയ്സും ഉണ്ട്. സോ നമ്മുടെ യൂണിഫോം, നമ്മുടെ അപ്പിയറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ല അയൺ ചെയ്തിട്ടുള്ള വെൽ നീറ്റ് ആയിട്ടുള്ള യൂണിഫോമിലായിരിക്കും പോകേണ്ടത്, വിത്ത് വൈറ്റ് ഏപ്രോൺസ് ആൻഡ് ID കാർഡ്സ്. വെൽ ഗ്രൂംഡ് ആയിരിക്കണം, വളരെ എന്താ പറയുക, നല്ല വെൽ ഗ്രൂംഡും ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ ബൈ സീയിങ് ഇറ്റ് സെൽഫ് ദേ ഷുഡ് ഇംപ്രസ്ഡ്. നമ്മളെ കാണുമ്പോൾ തന്നെ അവർ ഇംപ്രസ്ഡ് ആയിരിക്കണം. സോ അതൊക്കെയാണ് ഈ വൈവ ബേസ്ഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രാക്ടിക്കൽ സെഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ, ഓരോ നഴ്സിംഗ് ഡയഗ്നോസിസ് നമ്മൾ പഠിക്കണം. അതായത് നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറയുമ്പം നമുക്ക് ഏത് ഡിസീസ് കണ്ടീഷൻസ് ആണ് കിട്ടാൻ പോകുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്കറിയാവുന്നതായിരിക്കും, ചിലപ്പോൾ നമുക്കറിയാൻ മേലാത്തതായിരിക്കും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ സിസ്റ്റത്തിൻ്റെയും, റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെയും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ, അങ്ങനെ ഓരോ സിസ്റ്റത്തിൻ്റെയും മേജറായിട്ടുള്ള 2 നഴ്സിംഗ് ഡയഗ്നോസിസ് ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ റെസ്പിറേറ്ററി ഡിസീസ്, നിമോണിയ, COPD അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ ഒരു റെസ്പിറേറ്ററി ഡിസീസ് നോക്കാൻ പറ്റും. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന കെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റും ഓക്സിജനേഷൻ. അപ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും ഏതൊക്കെ ടൈപ്സ് ഓഫ് ഓക്സിജനേഷൻ ഉള്ളത്. അപ്പോൾ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റം എഴുതുമ്പം നമ്മുടെ കെയർ പ്ലാൻ എഴുതുമ്പം, മെയിൻലി നമ്മുടെ കെയർ പ്ലാൻ എഴുതുമ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് അനാട്ടമി ഫിസിയോളജിയിൽ റീജിയൻസ് ആയിട്ട് 9 റീജിയൻസ് ആയിട്ട് തിരിക്കുന്നത്. സോ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ആകുമ്പോഴത്തേക്കും നമ്മുടെ അപ്ഡോമൻ, അപ്പർ അപ്ഡോമൻ, ലോവർ അപ്ഡോമൻ, അവിടെയൊക്കെ ആയിരിക്കും പെയിൻ വരുന്നത്. സോ ആ റീജിയൻ ഇങ്ങനെ വരച്ചിട്ട് പേഷ്യൻറ്റിന് എവിടെയാണോ പെയിൻ ഫീൽ ചെയ്യുന്നത് അവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് വിടുക. സോ അതൊക്കെ നമ്മുടെ ആൻസർ ഷീറ്റ്, നമ്മുടെ ആ ഒരു ഇൻവിജിലേറ്റർ നോക്കുമ്പം ആൻസർ ഷീറ്റിനെ ഇംപ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയാണ് ഈ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയലിൻ്റേത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് ഏതെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറയുവാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യുക. പലപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് പ്രൊസീജിയർ ചെയ്യാൻ പറയും, ഹാൻഡ് വാഷിങ് ചിലപ്പോൾ ഹാൻഡ് വാഷിങ് ടെക്നിക്കായിരിക്കും, സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ ചോദിക്കാം, ചിലപ്പോൾ കട്ടിയായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചോദിക്കാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ ഒരു ഇൻവിജിലേറ്റേഴ്സിൻ്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് നമ്മൾ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പഠിക്കുക. അറ്റ്ലീസ്റ്റ് ആ പ്രൊസീജിയർ എന്താണെന്നെങ്കിലും അറിഞ്ഞു വെക്കുക. പിന്നെ അടുത്തത് പറയാനുള്ളത്, ഒരു ഡിസീസ് കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മൾ പാനിക് ആവരുത്. നമ്മൾ ആ ഒരു ഡിസീസ് കണ്ടീഷൻ നോക്കിയിട്ട് പേര് ഇപ്പം AHN തിയറി പഠിച്ചവർക്ക് എന്താണെങ്കിലും പ്രാക്ടിക്കലിൻ്റെ സെഷനിലേക്ക് വരുമ്പോൾ ഒരു ഡിസീസ് കണ്ടീഷൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്തത്. സോ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ചൊക്കെ കുറച്ച് ഇംപ്രസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ കുറച്ചൊക്കെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. സോ ടിപ്സ് ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് തിങ് നമ്മുടെ ടൈമിംഗ്, നമ്മൾ സ്പീഡിൽ എഴുതാൻ പഠിക്കുക. ബിക്കോസ് 45 മിനിറ്റ്സ് ആയിരിക്കും അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം, ആ ടൈമിലായിരിക്കണം നമ്മൾ എഴുതി തീർക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഹിസ്റ്ററി കളക്ഷൻ, അതിനൊന്നും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. നമ്മുടെ കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്ന നഴ്സിംഗ് പ്രോസസ്സിന് നിങ്ങൾ ഇത് കൊടുക്കുക. പിന്നെ സോ ഗൈസ്, ലാസ്റ്റായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇൻവിജിലേറ്റേഴ്സിൻ്റെ മുന്നിലിരിക്കുമ്പോൾ, എക്സ്റ്റേണൽ ആണെങ്കിലും ഇൻറ്റേണൽ ആണെങ്കിലും അവരുടെ മുന്നിലിരിക്കുമ്പം കോൺസെൻട്രേഷനോടെ ഇരിക്കുക. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം അതിന് റിപ്ലൈ ചെയ്യുക. സോ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം.
അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും പ്രാക്ടിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ എഫക്റ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ നിങ്ങൾ അറിയിക്കണം. സോ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഇതുപോലത്തെ എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ അതും കമൻസിലൂടെ എന്നെ അറിയിക്കുക. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. ബിക്കോസ് ഈ ഒരു ജേണി, ഈ ഒരു നഴ്സിംഗ് ഫീൽഡിൽ ഈ ഒരു ജേണി നമുക്ക് എല്ലാവർക്കും അറിയാം. വി ആർ ഡീലിംഗ് വിത്ത് പേഷ്യൻസ്, വിത്ത് ഹ്യൂമൻ ബീങ്സ്. സോ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയാനും നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഫ്യൂച്ചറിലാണേലും. ബിക്കോസ് ഹ്യൂമൻ ലൈഫാണ് നമ്മുടെ കയ്യിൽ, നഴ്സസിൻ്റെ കയ്യിൽ. സോ നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ എക്സാംസ് നന്നായിട്ട് പഠിക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ടിപ്സ് കുറച്ചൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ എക്സാംസിന് ഒരു 80% എങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഉറപ്പായിട്ടും ഇത് ഒരു 80% നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പ്രാക്ടിക്കൽ എക്സാം ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാം എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ തുടങ്ങണം, എന്ത് പഠിക്കണം എന്നൊക്കെ കുറേ കൺഫ്യൂഷൻസ് എടുത്ത് തലയിലോട്ട് വെക്കേണ്ട. ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാനും പറ്റും, നിങ്ങൾക്കൊരു ഗുഡ് റിസൾട്ടും കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് പ്ലീസ് നിങ്ങളുടെ നഴ്സിംഗ് ഫ്രണ്ട്സിന്, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനാണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിനാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം, പ്രാക്ടിക്കൽ എക്സാമിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടാറ്റാ.